പത്മകുമാർ ആ കാര്യങ്ങളെല്ലാം തൻ്റെ കുറ്റസമ്മത മൊഴിയിലേക്ക് അന്വേഷണ ഉദ്യോഗസ്ഥന്മാരോട് പറഞ്ഞു കഴിഞ്ഞു എന്നാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ട് പത്മകുമാറിൻ്റെ ജാമ്യ ഹർജി നാളെ തീർച്ചയായിട്ടും തള്ളും, യാതൊരു സംശയമില്ല. കാരണം 90 ദിവസത്തിനകം ചാർജ് ഷീറ്റ് കൊടുക്കാൻ സാധിക്കുമെങ്കിൽ ഇവരെല്ലാവരും ആ ജയിലിൽ കിടന്ന് തന്നെ ട്രയൽ ഫേസ് ചെയ്യേണ്ടി വരും എന്ന് ഞാൻ കരുതുന്നത്. അതിലേക്ക് തന്നെയാണ് SIT നീങ്ങുന്നത് എന്നെനിക്ക് തോന്നുന്നു. 90 ദിവസത്തിനകം ഇതിൻ്റെ കുറ്റച്ചാർജ് തയ്യാറായില്ലെങ്കിൽ പ്രാഥമികമായ ഒരു കുറ്റച്ചാർജ് കൊടുക്കാം. അതനുസരിച്ച് അവർക്ക് ജാമ്യം കൊടുക്കാതിരിക്കാം. പ്രമുഖർ പലരും ഇതിനകത്ത് ഇനി അന്വേഷണ പരിധിയിൽ വരേണ്ടതുണ്ട് എന്നാണ് കൊല്ലത്തെ പത്മകുമാറിൻ്റെ വാദത്തിനിടയിൽ പത്മകുമാറിൻ്റെ വക്കീൽ കോടതിയെ ബോധ്യപ്പെടുത്തിയത്. തൻ്റെ കക്ഷി മാത്രമല്ല ഇതിൻ്റെ ഉത്തരവാദികൾ, പലരും ഇതിൻ്റെ അത് ഉത്തരവാദികളുണ്ട്. അതുകൊണ്ട് നീതി നടപ്പാക്കുമ്പം അവരിലേക്ക് അന്വേഷണം നീങ്ങേണ്ടി വരും എന്നുള്ളൊരു കാര്യം തന്നെയാണ് പറഞ്ഞു വച്ചിരിക്കുന്നത്.